പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനം 1 കൊറിന്തോസ് 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇന്ന് ഈ വചനം തിരഞ്ഞെടുക്കുവാനുണ്ടായ കാരണം, എൻ്റെ ഒരു സുഹൃത്ത് വളരെ വ്യഥയോടുകൂടെ ഇന്നെന്നോട് സംസാരിച്ചു. ആ സുഹൃത്തിൻ്റെ മകൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടു. അപ്പോൾ അത് അവൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് അവന് കിട്ടിയതാണ്. ഈ ഫെൽ ഇൻ ടു ബാഡ് കമ്പനി, ഒരു ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് വീഴുകയും അവരിൽ നിന്ന് അവൻ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം പഠിക്കുകയും അതിന് അടിമപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ അവനെ റീഹാബിലിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയി അവനതെല്ലാം നിർത്തി. 6 മാസത്തോളം അവൻ നിർത്തി. അപ്പോൾ വീണ്ടും ക്രിസ്മസ് ആഘോഷം എന്നൊക്കെ പറഞ്ഞ് ഈ സുഹൃത്തുക്കൾ അവനെ പ്രലോഭിപ്പിച്ച് അവനെ വീണ്ടും ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും അവൻ വീണ്ടും വീണു പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഇൻസിഡൻ്റ് ഒന്നും അല്ല. ഇത് മയക്കുമരുന്നിന് മാത്രമൊന്നുമല്ല ഈ പ്രശ്നം. നമ്മുടെ എല്ലാ തഴക്ക ദോഷങ്ങളും ഇത്തരുണത്തിലാണ്. നമ്മൾ അത് നിർത്താനായിട്ട് ആഗ്രഹിക്കും, നമുക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മൾ വീണ്ടും വീണു പോകും. അത് മയക്കുമരുന്നാകാം, മദ്യപാനമാകാം, പരദൂഷണമാകാം, ചൂതുകളിയാകാം, അക്രമവാസന ഉള്ള ഗ്യാങ്ങുകളിൽപ്പെടുന്നതാകാം, വ്യഭിചാരമാകാം, പോർണോഗ്രഫി ആകാം, ഇങ്ങനെ അഹംഭാവമാകാം. ഇതിനോടെല്ലാം നമ്മൾ വീണ്ടും വീഴാൻ സാധ്യതയുണ്ട്. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ അലഞ്ഞ് നടക്കുന്നു. ആരെയാണ് വീഴ്ത്തേണ്ടത് എന്ന് നോക്കി നടക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ലിഖിതം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരുവനെ അശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ അത് എവിടെ ഇരിക്കണമെന്ന് അതിന് ഇടം കിട്ടാതെ അലയുന്നു. തിരിച്ചു വന്ന് പോയ സ്ഥലം നോക്കുമ്പോൾ അത് അടിച്ച് വൃത്തിയാക്കപ്പെട്ടതായി അത് കാണുന്നു. അപ്പോൾ പോയി ഒരു 3 ദുഷ്ടാത്മാക്കളെ കൂടെ അല്ലെങ്കിൽ 5 ദുഷ്ടാത്മാക്കളെ കൂടെ കൊണ്ടുവന്ന് അവിടെ വാസമുറപ്പിക്കുന്നു. അവൻ്റെ സ്ഥിതി പഴയതിലും മോശമായി തീരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ വേറൊരു പ്രോബ്ലം, തഴക്കദോഷങ്ങളെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ വിശ്വാസത്തിലുള്ള ഒരു അഹന്ത എന്നെ പിടികൂടാറുണ്ട്. പാപമൊന്നും ചെയ്യാതെ കുറച്ച് നാളിങ്ങനെ പോകുമ്പോൾ നമ്മളെന്തോ ഒരു പ്രത്യേകതയുള്ളൊരു മനുഷ്യനെന്ന ഒരു ചിന്ത. പരദൂഷണം പല സ്ഥലങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പരദൂഷണം പറയില്ലല്ലോ. അത് മോശപ്പെട്ട ഒരു ഗ്യാങ്ങിലൊക്കെ ചെന്ന് പെട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി
നമ്മുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീഴാറുണ്ട്. അപ്പോൾ ഇതിനോടൊക്കെ ഒരു സ്വകാര്യ പടവെട്ട് എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ വേറൊരാളുടെ കാര്യത്തിൽ അത് ചിലപ്പോൾ മയക്കുമരുന്നാകാം, വേറൊരാളുടെ കാര്യത്തിൽ അത് മദ്യപാനമാകാം, വ്യഭിചാരമാകാം, എന്തൊക്കെ. പക്ഷെ നമുക്ക് ആശ്വാസമുള്ളൊരു കാര്യം, കർത്താവ് പാപികളെ തേടിയാണ് ഭൂമിയിലേക്ക് വന്നത്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അതുകൊണ്ട് നമ്മൾ വീണെടുത്ത് കിടന്ന് ഉരുളാതെ എണീറ്റു നിന്നാൽ നമ്മുടെ അബ്ബ പിതാവ് നമ്മളെ കാത്ത് രക്ഷിക്കും. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് നമ്മളോട് പറഞ്ഞ അബ്ബ പിതാവിൻ്റെ കരുണ എത്ര വലുതായിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിൾ വാക്യം ആ മുടിയനായ പുത്രൻ്റെ ഉപമയാണ്. അവൻ എല്ലാം ഉപേക്ഷിച്ച്, നല്ലതൊക്കെ അവൻ അറിയാമായിരുന്നു, അവൻ വീണ്ടും തവിട് ഭക്ഷിക്കുകയാണ്. പെട്ടെന്ന് അവന് തോന്നി, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതം എത്ര മനോഹരമാണ്. എന്നിട്ട് അവൻ തിരിച്ചു വന്നു. വീണെടുത്ത് നിന്ന് എണീറ്റ് അവൻ തിരിച്ചു വന്നു. അബ്ബ പിതാവ് ഒന്നും നോക്കാതെ അയാളുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ മകനെ ആശ്ലേഷിച്ച് അവിടെ അവൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ്. നമ്മുടെ അബ്ബ പിതാവ് കരുണയുള്ളവനാണ്. പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് ആശ്രയമാണ് നമ്മുടെ അബ്ബ പിതാവ്. അതുകൊണ്ട് വീഴ്ചകളുണ്ടാകും. വീണ്ടും ചിലപ്പോൾ നമുക്ക് വീഴ്ചകളുണ്ടാകും. പക്ഷേ നമ്മൾ പടവെട്ടിയേ പറ്റൂ. നമ്മൾ ഒറ്റയ്ക്കല്ല പടവെട്ടേണ്ടത്, ക്രിസ്തുവിനോടൊപ്പമാണ്. ഞാൻ പലപ്പോഴും വൈകുന്നേരമൊക്കെ നടക്കുമ്പോൾ, ഞാനൊരു 40 വർഷം മുമ്പ് ഞാൻ കയറിയിട്ടുള്ള ഒരു കള്ള് ഷോപ്പിൻ്റെ മുമ്പിൽ കൂടിയാണ് ഞാൻ നടക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആൾക്കാരെ കാണും, നല്ല മനുഷ്യരെ. അവർ കാലത്ത് കുറേ പേര് ഈ കള്ളിൻ്റെ വണ്ടി വരാനായിട്ട് കാത്തിരിക്കുന്നു. വൈകുന്നേരവും അവർ അന്തിക്കള്ള് കുടിക്കാനായിട്ട് വരുന്നു. പക്ഷേ എനിക്ക് ഐ ലൈക്ക് ദം. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമാണ് എൻ്റെ വ്യസനം. ഒരു ചെറിയ ഒരു റെസിസ്റ്റൻസ് പോലും ഇവരൊന്നും പടവെട്ടുന്നില്ല. ഇവർക്കൊരു ചിന്ത വരുന്നു, ഉടനെ അതിൻ്റെ പുറകെ പോകുന്നു, എന്നിട്ട് അതിലേക്ക് വീണ്ടും വീഴുന്നു. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്തൊക്കെയാണ് ചെയ്യണതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മുടെ നില ഭദ്രമായി എന്ന് തോന്നുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:41. ആകയാൽ 26:41 പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രലോഭനത്തിൽ അകപ്പെടാൻ നമ്മൾ പോകുന്നു എന്ന് ഒരു ചിന്ത വരുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ ടെംപ്റ്റേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, യെസ്, expect the temptations of this world, but the Lord will deliver you from them all if your heart has
not abandon him. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകും, ഉണ്ടായേ തീരൂ. പക്ഷേ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമ്മളെ ഇതിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, നമ്മളിപ്പോൾ എപ്പോഴും ദൈവത്തോടു കൂടെ ആണെങ്കിൽ ദൈവം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നമ്മൾക്ക് നൽകും. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ദൈവത്തെ മറന്നു പോകുന്നു. നമ്മുടെ ബലത്താൽ മാത്രം, നമ്മുടെ വിൽ പവറിൽ മാത്രം നമ്മൾ പ്രലോഭനങ്ങളോട് പടവെട്ടാൻ ശ്രമിക്കുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ പരാജയപ്പെടുന്നു. ദൈവത്തെ കൂട്ടുപിടിക്കുക, നിരന്തരം കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ കരം പിടിച്ച് കർത്താവ് നമ്മളെ വഴി നടത്തും. വീണ്ടും സുഭാഷിതങ്ങൾ 18:10, കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിലോടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. നമ്മളിപ്പോൾ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു മൃഗം നമ്മളെ ഓടിച്ചിട്ടാൽ നമ്മൾ ഓടി മരത്തിലൊക്കെ കയറും രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നു ബലിഷ്ഠമായൊരു ഗോപുരമാണ്, കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനത്തിൻ്റെ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ ഉടനെ ദൈവനാമം വിളിക്കുക, ദൈവത്തെ വിളിക്കുക. അപ്പോൾ സാധാരണ പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വീണ്ടും യാക്കോബ് 4:4, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അപ്പോൾ എന്താണ് ഈ ലോകത്തിൻ്റെ മിത്രം എന്ന് പറയുന്നത്? ഇപ്പോൾ ന്യൂ ഇയർ വരുന്നു, ന്യൂ ഇയർ ഈവ്. ഈ ലോകം 31-ാം തീയതി എങ്ങനെയാണ് ഈ ലോകം ആഘോഷിക്കാൻ പോകുന്നത്? മദ്യം, മയക്കുമരുന്ന്, മദിരാശി, നിശാ ക്ലബ്ബുകൾ, മദ്യമൊഴുകുന്ന സദസ്സുകൾ, വ്യർത്ഥ ഭാഷണങ്ങൾ, അനാവശ്യ ധൂർത്ത്, ഇങ്ങനെ ഈ ലോകം ഈ 34 ക്രിസ്മസും മാഷല്ലായിരുന്നു, 31-ാം തീയതി കലക്കാൻ പോകണം. പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ് എന്നോട് പറയുകയുണ്ടായി, അവൻ്റെ ഗ്രാൻഡ് സൺ വാശി പിടിച്ചെന്ന് 10 സ്റ്റാർ വീടിന് മുമ്പിൽ ഇടണമെന്ന് പറഞ്ഞു. അവരിട്ടു. ഈ കുഞ്ഞു വാശി പിടിച്ചതിൻ്റെ പേരിൽ 10 സ്റ്റാർ, ക്രിസ്മസ് സ്റ്റാർ വീടിൻ്റെ മുമ്പിൽ ഇടുകയാണ്. അപ്പോൾ ഇതൊക്കെ അനാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ അല്ലാതായി തീരും, ദൈവത്തിന് എതിരായി തീരും. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. ദൈവം നമുക്ക് ഫ്രീഡം തന്നിരിക്കുന്നു. നന്മ തിരഞ്ഞെടുക്കാനും തിന്മ തിരഞ്ഞെടുക്കാനുമുള്ള ഫ്രീഡം നമ്മുടെ അബ്ബാ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള ദൈവം നമ്മുടെ ആത്മാവിനെ തീക്ഷ്ണമായി അഭിലഷിക്കുന്നു. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ. അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ. സന്നിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കുവിൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവൻ.
നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവിൻ. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ. എല്ലാ ബലഹീനതകളോടും കൂടെ അങ്ങയുടെ മുമ്പിൽ ഇതാ ഞാൻ നിൽക്കുന്നു. ഹൃദയ പരമാർത്ഥതയോടെ പശ്ചാത്തപത്തോടെ ഞാൻ നിൽക്കുന്നു. അബാ പിതാവേ. അങ്ങനെ നിൽക്കുന്ന ഉരുകിയ മനസ്സോടെ നിൽക്കുന്ന മക്കളെ അവിടുന്ന് ഉയർത്തും തീർച്ച. വീണ്ടും സങ്കീർത്തനം 1:1. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ദ ബെസ്റ്റ് ക്യൂർ. ഒരു പാപം ചെയ്യാതിരിക്കുന്നതാണ് പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നതിനേക്കാൾ എളുപ്പം. ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് അത് സോൾവ് ചെയ്യുന്നതാണ് അത് ഉണ്ടായിക്കഴിഞ്ഞ് സോൾവ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം. ഒരസുഖം വരാതിരിക്കാൻ കരുതൽ എടുക്കുന്നതാണ് അസുഖം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പം. പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കരുത്, അവരുടെ കൂട്ടത്തിൽ പോകരുത്, മദ്യപരുടെ കൂട്ടത്തിൽ പോകരുത്, പരദൂഷകരുടെ കൂട്ടത്തിൽ ഇരിക്കരുത്, മയക്കുമരുന്ന് കമ്പനികളൊക്കെ വിടണം. അപ്പം ഇതിനൊക്കെയുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം അനുദിനം കർത്താവിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പറ്റുമെങ്കിൽ മറ്റുള്ളവരുമായി അത് പങ്കുവയ്ക്കുകയും ചെയ്യുക. ഇപ്പം എനിക്കൊന്നിപ്പോൾ 700 വീഡിയോയിലും കൂടുതലായി കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ, അതായത് കഴിഞ്ഞൊരു 700 ദിവസമെങ്കിലും ആയിട്ട് ഞാൻ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. പക്ഷെ സത്യം പറയട്ടെ, കുറേ ആളുകൾ, ബന്ധുക്കളും മിത്രങ്ങളും കുറേ ആളുകൾ എന്നോടുള്ള സംസാരിക്കൽ വരെ നിർത്തിക്കളഞ്ഞു. അവർക്ക് എന്തോ, ഞാൻ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആകെ കൂടി ചെയ്യുന്നത് വചനം വായിക്കുകയും ഈ ചാനലിലൂടെ വചനം പറയുകയുമാണ്. ഞാൻ ആരെയും ബലമായിട്ട് പിടിച്ച് വചനം പറയാറില്ല. പക്ഷെ ഒത്തിരി റിലേറ്റീവ്സും അതുപോലെ തന്നെ കൂട്ടുകാരും എന്നിൽ നിന്ന് അകന്നു. പക്ഷെ അതേസമയം കുറേ പുതിയ കൂട്ടുകാരെയൊക്കെ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ പണ്ടത്തെ കുറേ ഫാമിലി മെമ്പേഴ്സും സുഹൃത്തുക്കളുമൊക്കെ ദേ ആർ ഓക്കെ, ദേ ആർ ഫൈൻ വിത്ത് വാട്ട് ഐ എം ഡൂയിങ്. പക്ഷേ മദ്യപിച്ചിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരായിരുന്നവരൊക്കെ ഇപ്പം എന്നെ കൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് മനസ്സിലായി. അതുപോലെ പല പല കാര്യങ്ങളും. ഇപ്പോൾ ചില മീറ്റിങ്ങുകളിലൊക്കെ ചെല്ലുമ്പോൾ മിക്കവാറും അത് സോഷ്യൽ സംഘടനയെന്നൊക്കെ പറഞ്ഞാലും ചെന്ന് കഴിയുമ്പോൾ പരദൂഷണം.
ഞാൻ ചെന്ന് കഴിയുമ്പോഴേക്കും അത് വളരെ ക്വയറ്റാവും, അവരുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കാവും. അപ്പോൾ മാനസികമായിട്ടൊരു ചെറിയ അകൽച്ച. ആൻഡ് ഐ എം ഹാപ്പി. കാരണം തെറ്റ് ചെയ്യുന്നില്ലല്ലോ. നന്മ ചെയ്തിട്ട് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപ്പെടട്ടെ. നന്മ ചെയ്തിട്ട് ബന്ധങ്ങൾ തകരുകയാണെങ്കിൽ തകരട്ടെ. കർത്താവ് നമ്മളെ നോക്കിക്കൊള്ളും. അതുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടാത്ത, നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്ത സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടോട്ടെ. നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്ത ബന്ധുക്കൾ, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദാറ്റ്സ് ഓൾ. പക്ഷേ സന്തോഷിക്കുവേൻ. ഈ ലോകം നമ്മളെ ദ്വേഷിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തെ പ്രതി ഈ ലോകം നമ്മളെ ദ്വേഷിക്കുമ്പോൾ സന്തോഷിക്കുവേൻ. കാരണം സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി വി ഹാവ് ടു ചൂസ് അവർ കമ്പനി. അപ്പോൾ ഈ ദുഷ്ടരായിട്ടും പരിഹാസകരായിട്ടും മദ്യപാനികളായിട്ടും വ്യഭിചാരികളായിട്ടും പോർണോഗ്രഫി അഡിക്ട്സായിട്ടും ഈവിളായിട്ടുള്ള എന്തു ചെയ്യുന്നവരുമായിട്ടുള്ള ആ കമ്പനി നമുക്ക് കട്ട് ഓഫ് ചെയ്യാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോട് ചേർന്ന്, താഴ്മയോടെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ അവൻ്റെ ശക്തിയാൽ നമ്മളെ പൊതിഞ്ഞ് നമ്മളെ കൂടുതൽ വിശുദ്ധിയും സ്ഥിരതയും ഉള്ളവരാക്കും. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സന്തോഷം നമ്മൾ അനുഭവിക്കും. ഈ സന്തോഷം എന്ന് പറയുന്നത് വെറുതെ പറയുകയല്ല കേട്ടോ. വിൽ ബി ഫുൾ ഓഫ് എനർജി. നമ്മളൊരു ക്രിസ്തു ലഹരി. ഈ ലോകത്തിലെ ഒന്നിനും തരാൻ പറ്റാത്ത അത്രയും ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയും. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി നമ്മൾ നന്മ, ഈ സമൂഹത്തിന് നന്മ ചെയ്ത് നന്മയുള്ളവരായി നമ്മൾ ജീവിക്കും. ക്രിസ്തു ഈ ചേറ്റിൽ നിന്നും നമ്മളെ കൈപിടിച്ച് ഉയർത്തും. ക്രിസ്തുവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്നുകൊടുത്താൽ മാത്രം മതി. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ. ഞാൻ കുറയുകയും അങ്ങ് എന്നിൽ വളരുകയും വേണം. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ അടിമത്തങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സർവേശ്വരൻ കേൾപ്പ് നൽകും. ഈ ഒരു തുറവിയിലേക്ക്, ഈ ഒരു വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ചുയർത്തട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.